പുരാതന ബുദ്ധമത കേന്ദ്രമെന്ന പ്രാധാന്യമേറുന്ന കരുനാഗപ്പള്ളി ഓണാട്ടുകരയുടെ ഭാഗമെന്ന നിലയിലും സമ്പന്നമായ ചരിത്രമുള്ള നഗരമാണ്. കാലത്തിൻ്റെ കൈവഴികളിലൂടെ നഗരം സഞ്ചരിച്ചപ്പോൾ കണ്ണുചിമ്മുന്ന വികസന കാഴ്ചകളാണ് കരുനാഗപ്പള്ളിയിലുണ്ടായത്. കരുനാഗപ്പള്ളിയുടെ ചരിത്ര വഴിയിലൂടെ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ജനകീയ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞും കരുനാഗപ്പള്ളി മുന്നേറുമ്പോൾ വിരുന്നെത്തുന്നത് വിസ്മയകരങ്ങളായ വികസനങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന മേഖലയിലും പശ്ചാത്തല വികസന രംഗത്തുമെല്ലാം തനതായ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് മണ്ഡലം മാതൃകയാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനം, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി മോഡൽ സ്കൂള്, UPGS, ആലപ്പാട് പഞ്ചായത്തിലെ സ്കൂളുകൾ, മറ്റ് വിവിധ പഞ്ചായത്തുകളിലായി സ്കൂളിൻ്റെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സഹായത്തോടെ ഇവിടെ നടപ്പാക്കി. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി, ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പദ്ധതി ഈ ദേശീയപാത വികസനം, അതും കരുനാഗപ്പള്ളിയിൽ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉയർന്നു വന്ന ആശങ്കയെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ആ ദേശീയപാത നിർമ്മാണമടക്കം ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കെല്ലാം പുതിയ മുഖം നൽകുന്ന പദ്ധതിയിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുവാൻ കഴിഞ്ഞതും ശ്രദ്ധേയമാണ്. പഠന മികവിലൂടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ കഴിഞ്ഞുവെന്നതും കരുനാഗപ്പള്ളിയുടെ വേറിട്ട പ്രത്യേകതയാകുന്നു. സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കോളേജിന് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ മന്ദിരം നിർമ്മിക്കുന്ന നടപടിയും വിദ്യാഭ്യാസ രംഗത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചത് 2016 മുതൽ 2021 വരെ ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തെ സഖാവ് R. രാമചന്ദ്രൻ, പ്രിയപ്പെട്ട സഖാവ്, പ്രതിനിധീകരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ പദ്ധതികൾ ഓരോന്നായി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ഈ മണ്ഡലത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ആ ചികിത്സാ സൗകര്യം കിട്ടുന്ന രൂപത്തിൽ ആ ബഹുനില കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി വരികയാണ്. ആർട്സ് കോളേജിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ കാട്ടിക്കടവ് പാലത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. ജനങ്ങളുടെ ചിരകാല അഭിലാഷവും നാടിന്റെ വികസനത്തിനാവശ്യവുമായിരുന്ന മാളിയേക്കര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയതാണ് വികസന പാതയിലെ മറ്റൊരു നേട്ടം. 12 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് പാലം നിർമ്മിച്ചത്. 44 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് കാട്ടിക്കടവ് പാലവും നാടിന്റെ വികസന പന്ഥാവിൽ ഉയരുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസനമാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടന്നത്. മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം, അതുപോലെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് കിഫ്ബി വഴി അനുവദിച്ചിരുന്നു. അതുപോലെ കാട്ടിക്കടവ് പാലം, ഇങ്ങനെ വലിയ വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ആതുര സേവന രംഗത്ത് പ്രതീക്ഷയേകി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനവും പൂർത്തിയാവുകയാണ്. 64 കോടി രൂപയാണ് ആശുപത്രി വികസനത്തിനായി ചെലവിടുന്നത്. 2016-21 കാലത്ത് 1500 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിലേറെയും കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ളതാണ്. അപ്പോൾ വള്ളിക്കാവിലെ പബ്ലിക് മാർക്കറ്റിനുള്ള ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിച്ചാൽ വളരെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി അതിൻ്റെ ഫലം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. തീർച്ചയായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്
ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിന്റെ സർവ്വതോന്മുഖമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലൂടെ കരുനാഗപ്പള്ളി സമാനതകളില്ലാത്ത മുന്നേറ്റ പാതയിലൂടെ കുതിക്കുകയാണ്. കാലത്തിന്റെ ചുമരുകളിൽ പുത്തൻ വികസന ചരിത്രം എഴുതിക്കൊണ്ട് കരുനാഗപ്പള്ളിയുടെ വികസന വിസ്മയങ്ങൾ ഇനിയും തുടരും. കാലത്തിന്റെ ചുമരുകളിൽ പുത്തൻ വികസന ചരിത്രം എഴുതിക്കൊണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 34 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മലയോര മേഖലയായ പുനലൂരിൻ്റെ വികസന നേട്ടങ്ങളിലൂടെയാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ട് ഇനി കടന്നുപോകുന്നത്. തൂക്കുപാലവും പേപ്പർ മില്ലും ആദ്യ മീറ്റർ ഗേജ് പാതയും കൊണ്ട് ശ്രദ്ധയാകർഷിക്കപ്പെട്ട പുനലൂരിന് പറയാനുള്ളത് ഒരുപിടി സ്വപ്ന വികസന പദ്ധതികളാണ്. ചരിത്രവും സംസ്കാരവും പ്രകൃതി ഭംഗിയും കൊണ്ട് സമ്പുഷ്ടമായ പുനലൂരിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വികസനത്തിന്റെ കുത്തൊഴുക്കാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് ഗതാഗതം, കുടിവെള്ള വിതരണം എന്നീ മേഖലകളിലായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ നവീകരണം, പ്രധാന റോഡുകളുടെ വികസനം, സ്കൂൾ കെട്ടിട നിർമ്മാണം എന്നിവയാണ് പ്രധാന പദ്ധതികൾ. 540 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുനലൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതെന്ന് MLA ശ്രീ PS സുപാൽ പറഞ്ഞു. കിഫി പദ്ധതിയിലൂടെ വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പാലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളാണെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ടും അങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് 545 കോടിയിൽ പരം രൂപയാണ് പുനലൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കിഫി പദ്ധതിയിലൂടെ നടപ്പാക്കി വരുന്നത്. അതിൽ പൂർത്തിയായ പദ്ധതികളുണ്ട്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളടക്കമുണ്ട്. വാളകം, തടിക്കാട്, അഞ്ചൽ മാർക്കറ്റ്,
മാതിര, അടുക്കളമൂല റോഡ് എന്നിവയ്ക്കായി 19 കോടി രൂപയാണ് അനുവദിച്ചത്. മലയോര ഹൈവേ, ടൗൺ റോഡ് വികസനത്തിനായി 15.15 കോടി രൂപയാണ് അനുവദിച്ചത്. കുളത്തൂപ്പുഴ മുതൽ പുനലൂർ വരെയുള്ള റോഡിന്റെ നവീകരണത്തിനായി 200 കോടിയിലധികം രൂപയുടെ ചെലവാണുള്ളത്. ആയൂർ അഞ്ചൽ റോഡ് നവീകരണത്തിന് 123 കോടി രൂപയാണ് വിനിയോഗിച്ചത്. അഞ്ചൽ ബൈപ്പാസ് എന്ന പുനലൂർ നിവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമിട്ടത്. ഇപ്പോൾ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നിലപാടായിരുന്നു. ആ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുളത്തുപുഴ മുതൽ പുല്ലൂർ വരെയുള്ള ഭാഗം യാഥാർത്ഥ്യമാക്കിയത് 201 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡാക്കി മാറ്റുവാൻ കഴിയും. ഒരുപാട് റോഡുകൾക്ക് കിഫിയിലൂടെ പുല്ലൂർ മണ്ഡലത്തിൽ പണം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഞ്ചൽ ആയൂർ റോഡ് ഏതാണ്ട് 100 കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ട് അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ്. അത് ഈ കിഫി പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച പദ്ധതിയാണ്. ഇപ്പോൾ ബൈപ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചലിലെ തിരക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മണിക്കൂറുകൾ അവിടെ ആളുകൾ ഗതാഗത കുരുക്കിൽ അകപ്പെടാറുണ്ട്. അപ്പോൾ അഞ്ചലിൽ ഒരു ബൈപ്പാസ് വേണമെന്നുള്ളൊരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് നേരത്തെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഫണ്ടിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് നമുക്കത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബൈപ്പാസിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് ബൈപ്പാസ് ഈ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ 3ാം വാർഷികത്തിൽ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ അഞ്ചലിൻ്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ട് മാറുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ മണ്ഡലത്തിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികളും പുതിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നു. മണ്ഡലത്തിലെ 9 സ്കൂളുകളുടെ നവീകരണത്തിനും മറ്റുമായി 21 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. അഞ്ചൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്കൽ എന്നിവയ്ക്കൊക്കെയാണ് തുക വിനിയോഗിച്ചത്. കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് കിഫി പദ്ധതി. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് കിഫിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചത്. കോടാനുകോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കാനാണ് കിഫി ആലോചിച്ചത്. ധാരാളം വിമർശനങ്ങൾ കിഫിയെ സംബന്ധിച്ചൊക്കെ പല ആളുകളും ഉന്നയിക്കാൻ ശ്രമിച്ചുവെങ്കിലും കേരളത്തിൻ്റെ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യം കിഫി പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലായിടത്തും വികസനങ്ങൾ നടന്നിട്ടുണ്ട്.
5 കോടി രൂപ ചെലവിൽ അച്ചൻകോവിലിൽ പെൺകുട്ടികൾക്കായുള്ള പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിച്ചു. മണ്ഡലത്തിലെ കായിക കുതിപ്പിന് ശക്തി പകരാൻ 5.63 കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 5 കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ടാണ് അവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അഞ്ചൽ പുനലൂർ മാർക്കറ്റുകളുടെ നവീകരണത്തിന് വേണ്ടി പണം അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പുല്ലൂരിലൊരു ആധുനിക സ്ലോട്ടർ ഹൗസ് വേണമെന്നുള്ള ആവശ്യം ദീർഘനാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് കോടിക്കണക്കിന് രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുല്ലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കായിക മേഖലയിൽ, അതുപോലെ റോഡുകളുടെ വികസനത്തിന് അങ്ങനെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെ നമുക്ക് കോടിക്കണക്കിന് രൂപ അനുവദിക്കപ്പെട്ടതുകൊണ്ടാണ്. ആരോഗ്യമേഖലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 68.18 കോടി രൂപയാണ് ചെലവഴിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജില്ലാ ആശുപത്രിയായി ഉയർത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുല്ലൂർ താലൂക്ക് ആശുപത്രി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിലൊന്നാണ്. ഏതാണ്ട് 10,000-3000 OP ആണ് ഒരു ദിവസം. ആളുകൾ എത്രത്തോളം ആളുകളാണ് അവിടെ വരിക. ഏതാണ്ട് 65 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ താലൂക്ക് ആശുപത്രികളിൽ ആദ്യത്തെ അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പുല്ലൂരാണ്. അപ്പോൾ അടിസ്ഥാന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ ആശുപത്രിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. മണ്ഡലത്തിലെ പുനലൂർ, അഞ്ചൽ എന്നീ മാർക്കറ്റുകളുടെ പുനർനിർമ്മാണത്തിനായി പദ്ധതികൾ, കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ഈ പദ്ധതികൾ പുനലൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നതിന് കിഫ്ബി നമ്മുടെ കേരളത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് പുല്ലൂർ മണ്ഡലത്തിലും ഒരുപാട് വികസന മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി സാധ്യത നൽകി എന്നുള്ളതാണ് അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ. കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം കാഴ്ചക്കാർക്ക് വിസ്മയം സമ്മാനിക്കുന്നത് പോലെ മറ്റൊരു വിസ്മയമാണ് മണ്ഡലത്തിലെ വികസന കാഴ്ചകൾ. ദീർഘവീക്ഷണമുള്ള പദ്ധതികളുടെ പുനലൂരും മുന്നോട്ട് കുതിക്കുകയാണ്.